നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഭവന വായ്പാ രംഗത്ത് സുവർണ അവസരം. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് കുറഞ്ഞ ഡിപ്പോസിറ്റിൽ മോർഗേജ് പ്ലാനുകൾ. കുറഞ്ഞ ഡിപ്പോസിറ്റിൽ ഭവന വായ്പ ലഭിക്കുന്ന മോർഗേജ് പ്ലാനുകൾ വിപണിയിൽ വർദ്ധിച്ചു വരികയാണ്. ഈ മാസം ലോൺ ടു വാല്യൂ 95% വരെയുള്ള മോർഗേജ് പ്ലാനുകളുടെ എണ്ണം 537 ഉയർന്നു. ഇത് 2024 ഫെബ്രുവരിയിലെ 274 നിന്നുള്ള വലിയ മുന്നേറ്റമാണ്. അതായത് വീടിൻ്റെ വിലയുടെ വെറും 5% ഡെപ്പോസിറ്റ് നൽകി ഭവനവായ്പ നേടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. 2008 മാർച്ചിന് ശേഷം ആദ്യമായാണ് വിപണിയിൽ ഇത്രയധികം ഓപ്ഷനുകൾ ലഭ്യമാകുന്നത്. സാന്റാൻഡർ ബാങ്കിൻ്റെ മൈ ഫസ്റ്റ് മോർഗേജ് പദ്ധതി വെറും 2% ഡെപ്പോസിറ്റിൽ വീട് വാങ്ങാൻ അവസരം നൽകുന്നു. സ്കിപ്റ്റൺ, യോർക്ക്ഷയർ ബിൽഡിംഗ് സൊസൈറ്റികളും 99% മുതൽ 100% വരെ ലോൺ നൽകുന്ന പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം വലിയ ലോണുകൾക്ക് കർശന നിബന്ധനകളുണ്ടെന്നും വരുമാനവും ക്രെഡിറ്റ് ഹിസ്റ്ററിയും പരിശോധിക്കുമെന്നും വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. വാടകയും ജീവിത ചെലവും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോ ഡെപ്പോസിറ്റ് പ്ലാനുകൾ യുവതലമുറയ്ക്ക് വലിയ താങ്ങും സഹായകവുമാണ്. മലയാളി ജോസ് ജോസഫ് ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ബ്രിട്ടനിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായ ലേബർ പാർട്ടിയിൽ വംശീയ വിവേചനവും പക്ഷപാതവും നിലനിൽക്കുന്നതായി ആരോപിച്ച് പ്രമുഖ മലയാളി നേതാവ് ജോസ് ജോസഫ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ലണ്ടനിലെ ക്രോയ്ഡൻ രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായ ജോസ് ജോസഫ് പാർട്ടി അംഗങ്ങൾക്ക് അയച്ച വിടവാങ്ങൽ സന്ദേശത്തിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. വിദേശ വംശജരോടും ന്യൂനപക്ഷ വിഭാഗങ്ങളോടും പാർട്ടി നീതിപൂർവമല്ലാതെയാണ് പെരുമാറുന്നതെന്നും പാർട്ടിക്ക് ഉള്ളിൽ വിഷലിപ്തമായ അന്തരീക്ഷമാണെന്നും അദ്ദേഹം ആരോപിച്ചു. 2026 പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് പാർട്ടി തന്നെ വിലക്കിയതാണ് രാജിയിലേക്ക് നയിച്ചത്. 2019 തിരഞ്ഞെടുപ്പിൽ ഒന്നാമതായിരുന്നിട്ടും ബാലറ്റ് പേപ്പറിൽ നിന്ന് പേര് നീക്കം ചെയ്തെന്നും 2020 ആഭ്യന്തര അന്വേഷണത്തിൽ ആരോപണങ്ങൾ ശരിവെച്ചെങ്കിലും അർഹമായ സ്ഥാനങ്ങൾ ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ കൗൺസിലർമാരിൽ 6 പേരെ വീണ്ടും മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയതിൽ 5 പേരും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്നും ഇതിൽ 4 പേർ കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വന്തം പാർട്ടിക്കുള്ളിൽ തുല്യത പാലിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സമൂഹത്തിൽ നീതി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ടെസ്കോയുടെ പുതിയ നീക്കം. 18 വയസ്സിൽ താഴെയുള്ളവർക്കും ക്ലബ് കാർഡുകൾ. ബ്രിട്ടനിലെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ടെസ്കോ ഡേറ്റ സംരക്ഷണ നിബന്ധനകൾ പാലിച്ച് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്ലബ് കാർഡുകൾ അനുവദിച്ചു തുടങ്ങി. പുതിയ സാമ്പത്തിക വർഷം മുതൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ലോയൽറ്റി സ്കീമിൽ അംഗമാകുന്നതിലൂടെ കുട്ടികൾക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ വാങ്ങാൻ കഴിയും. ഓരോ ക്രയവിക്രയത്തിലും ലഭിക്കുന്ന പോയിന്റുകൾ റിവാർഡ് വൗച്ചറുകളായി മാറ്റിയെടുക്കാനും സാധിക്കും. കോമ്പറ്റീഷൻ റെഗുലേറ്ററുടെ അനുമതി വാങ്ങിയിട്ടാണ് ടെസ്കോ ഈ പരിഷ്കരണം നടപ്പാക്കുന്നത്. സാധാരണയായി റോയൽറ്റി കാർഡുകൾ വഴി ഉപഭോക്താക്കളുടെ ഡേറ്റ ശേഖരിച്ചാണ് ഓഫറുകൾ നിശ്ചയിക്കുന്നത്. ഇതുവരെ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ഇത്തരം കാർഡുകൾ നൽകിയിരുന്നത്. നിലവിൽ കോഓപ്പറേറ്റീവ് സ്റ്റോറുകൾ 16 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ലോയൽറ്റി സ്കീമിൽ അംഗത്വം നൽകുന്നുണ്ട്. മോറിസൺ സൂപ്പർ മാർക്കറ്റ് പേരന്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് ഡിസ്കൗണ്ട് നൽകുന്നു. പുതിയ മാറ്റത്തിലൂടെ കുട്ടികൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ അവബോധം നൽകാനും ഇത് സഹായിക്കും. ഇരട്ട പൗരത്വമുള്ളവർക്ക് ബ്രിട്ടൻ സന്ദർശിക്കാൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് നിർബന്ധം. വരുന്ന ഫെബ്രുവരി 25 പുതിയ യാത്രാ നിയമങ്ങൾ നിലവിൽ വരുന്നതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് പൗരത്വത്തോടൊപ്പം മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം കൂടെയുള്ളവർ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായും ബ്രിട്ടീഷ് പാസ്പോർട്ട് തന്നെ ഉപയോഗിക്കേണ്ടതായി വരും. ബ്രിട്ടനിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അവരുടെ സ്റ്റാറ്റസ് തെളിയിക്കുന്നതിനായി ബ്രിട്ടീഷ് പാസ്പോർട്ടോ ഒരു എൻടൈറ്റിൽമെൻറ്റ് സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതായി വരും. ബ്രിട്ടീഷ് ഐറിഷ് ഇരട്ട പൗരത്വമുള്ളവർക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വിദേശ യാത്ര ചെയ്യുമ്പോൾ ഇത് ബാധകമായിരിക്കും. ഹോം ഓഫീസിൻ്റെ പുതിയ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതിയുടെ ഭാഗമാണിത്. എങ്കിലും ETAയിൽ നിന്നും ബ്രിട്ടീഷ് ഐറിഷ് പൗരന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പാസ്പോർട്ട് കരസ്ഥമാക്കാൻ ഇപ്പോൾ 94.50 പൗണ്ടാണ് ചെലവ് വരിക. എൻടൈറ്റിൽമെൻറ്റ് സർട്ടിഫിക്കറ്റിനാണെങ്കിൽ 589 പൗണ്ട് നൽകേണ്ടി വരും. നേരത്തെ ഇരട്ട പൗരത്വമുള്ളവർക്ക് അവരുടെ വിദേശ രാജ്യത്തെ പാസ്പോർട്ട് ഉപയോഗിച്ചും ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യാമായിരുന്നു. മറ്റ് പല രേഖകളും സമർപ്പിച്ച് ബ്രിട്ടീഷ് പൗരത്വം തെളിയിക്കാനും കഴിയുമായിരുന്നു. പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചത് നിയമവിരുദ്ധമെന്ന് ലണ്ടൻ ഹൈക്കോടതി. ലണ്ടനിലെ ഹൈക്കോടതി പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് വിധിച്ചു. കഴിഞ്ഞ ജൂലൈയിൽ നടപ്പിലാക്കിയ ഈ തീരുമാനം
അനുപാതമില്ലാത്തതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും 3 മുതിർന്ന ജഡ്ജിമാർ വെള്ളിയാഴ്ച പുറത്തിറക്കിയ വിധിയിൽ വ്യക്തമാക്കി. ഈ സംഘടന ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നുവെന്നും ഇതിലെ ചെറിയ ചില പ്രവർത്തനങ്ങൾ തീവ്രവാദത്തിന് നിർവചനത്തിൽ ഉൾപ്പെടുമെന്നും വിധിയിൽ പറയുന്നു. ഹോം സെക്രട്ടറി എവറ്റ് കൂപ്പർ തീവ്രവാദ നിയമപ്രകാരം ഒരു സംഘടനയെ നിരോധിക്കുന്നതിനെക്കുറിച്ച് സ്വന്തം നയങ്ങൾ ശരിയായി പാലിച്ചില്ലെന്നും കോടതി കണ്ടെത്തി. സർക്കാർ ഈ വിധിയിൽ അപ്പീൽ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 20 നടക്കുന്ന പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് ഒരു നിരോധിത തീവ്രവാദ സംഘടനയായി തുടരും. അതുവരെയും ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നതോ ധനസഹായം നൽകുന്നതോ അംഗമായിരിക്കുന്നതോ കുറ്റകരമായി കണക്കാക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. വിധിക്ക് പിന്നാലെ ഗ്രൂപ്പിനെ പിന്തുണച്ച് നിരവധി പേർ കോടതിക്ക് പുറത്ത് പ്രകടനം നടത്തി. സ്കൂൾ അവധികൾ പരിഷ്കരിക്കുന്നു. ചൂടിൽ പരീക്ഷ ഒഴിവാക്കാനും മാതാപിതാക്കളുടെ സൗകര്യാർത്ഥവും മാറ്റങ്ങൾ. യുകെയിലെ സ്കൂൾ അവധികൾ പരിഷ്കരിക്കാൻ ഓഫ്സ്റ്റഡ് മേധാവി മാർട്ടിൻ ഒലിവർ നിർദ്ദേശം നൽകി. വർഷത്തിലെ ഏറ്റവും ചൂടേറിയ സമയത്ത് കുട്ടികൾക്ക് പരീക്ഷ എഴുതേണ്ടി വരുന്നത് ഒഴിവാക്കാനും നീണ്ടു നിൽക്കുന്ന വേനലവധി കാരണം മാതാപിതാക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. നിലവിലെ രീതിയിൽ കുട്ടികൾക്ക് പഠനത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നതായും ജോലി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ അധിക ചിലവ് വരുന്നതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം സ്കൂളുകളിലും നിലവിൽ 6 ആഴ്ചത്തെ വേനലവധി, ക്രിസ്മസ്, ഈസ്റ്റർ കാലയളവുകളിലെ 2 ആഴ്ചത്തെ അവധി, ഓരോ ടേമിൻ്റെയും അവസാനം ഒരാഴ്ചത്തെ ഹാഫ് ടൈം ഹോളിഡേ എന്നിവയാണുള്ളത്. ചില സ്കൂളുകളിൽ ഒക്ടോബറിൽ 2 ആഴ്ചത്തെ അവധിയും നൽകുന്നുണ്ട്. എന്നാൽ ഈ അവധികൾ കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ സൗകര്യപ്രദമല്ലെന്ന് മാർട്ടിൻ ഒലിവർ അഭിപ്രായപ്പെട്ടു. സ്കൂൾ കലണ്ടർ പുനഃപരിശോധിച്ച് അവധി ദിനങ്ങൾ ആവശ്യത്തിന് മാത്രം നീളമുള്ളതാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വേനലവധി 4 ആഴ്ചയായി കുറച്ച് മറ്റ് അവധി ദിനങ്ങൾ കൂട്ടുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ പഠനത്തിലുള്ള താൽപ്പര്യം നിലനിർത്താനും മാതാപിതാക്കൾക്ക് കുട്ടികളെ പരിപാലിക്കാനുള്ള ചെലവ് കുറയ്ക്കാനും സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. RCNന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ. നഴ്സുമാരുടെ കരിയർ പുരോഗതിക്ക് വൻ പ്രഖ്യാപനങ്ങൾ. ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസിലെ നഴ്സിംഗ് മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താനും ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. ബിരുദധാരികളായ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ NHS സ്റ്റാഫ് കൗൺസിലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടും മതിയായ ശമ്പളം ലഭിക്കാത്ത ബാൻഡ് 5 നഴ്സുമാരുടെ ജോലി ശമ്പളത്തെക്കുറിച്ച് വിശദമായ അവലോകനം നടത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഉണ്ടാകുന്ന ശമ്പള വർധനവുകൾക്കായി പ്രത്യേക ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ഇത് ജീവിത ചെലവിനുള്ള ശമ്പള വർധനയുമായി ബന്ധമില്ലെന്നും ഇതിനായി പ്രത്യേക ഫണ്ട് ലഭ്യമാണെന്നും സർക്കാർ അറിയിച്ചു. രാജ്യവ്യാപകമായി ഒരേ നിലവാരത്തിലുള്ള നഴ്സിംഗ് പ്രീസെപ്റ്റർഷിപ്പ് സംവിധാനം രൂപീകരിക്കുന്നതിലൂടെ പുതിയ നഴ്സുമാർക്ക് മികച്ച പരിശീലനവും പിന്തുണയും ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. കരിയർ പുരോഗതിക്ക് ഇത് വലിയ മുന്നേറ്റമാണെന്നും നഴ്സുമാരെ യഥാർത്ഥത്തിൽ വിലമതിക്കുന്ന ഒരു ന്യായമായ ശമ്പള കരാർ അത്യാവശ്യമാണെന്നും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആവശ്യപ്പെട്ടു. മലയാളി ട്രക്ക് ഡ്രൈവേഴ്സ് UK പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. 3 ദിവസത്തെ സംഗമം ആവേശമായി. ബ്രിട്ടനിലെ നിരത്തുകളിൽ ഓടുന്ന ട്രക്കുകളുടെ അമരക്കാരായ മലയാളി ട്രക്ക് ഡ്രൈവേഴ്സ് UKയുടെ 2026-27 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഡെർബിഷെയറിലെ മാറ്റ്ലാക്ക് വാലിയിലെ ലിയ ഗ്രീൻ ഔട്ട്ഡോഴ്സിൽ വെച്ച് നടന്ന കാർഷിക സംഗമത്തിലാണ് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തത്. കോശി വർഗീസ്, ജിസ്മോൻ മാത്യു, രാജീവ് ജോൺ, റിജു ജോൺ, ലിൻഡു ആന്റണി എന്നിവരാണ് പുതിയ കമ്മിറ്റി അംഗങ്ങൾ. റോയ് തോമസ്, അമൽ പൈസ് എന്നിവർ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ അംഗങ്ങൾ പങ്കെടുത്ത 3 ദിവസത്തെ സംഗമത്തിൽ തൊഴിൽപരമായ കാര്യങ്ങളും ഡ്രൈവർമാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയായി. തൊഴിൽ മേഖലയിലെ വെല്ലുവിളികൾ, നിയമപരമായ മാനദണ്ഡങ്ങൾ, സുരക്ഷാ മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് വിപുലമായ ചർച്ചകൾ നടന്നു. അംഗങ്ങൾ തങ്ങളുടെ പ്രവൃത്തി പരിചയവും അറിവുകളും പരസ്പരം പങ്കുവച്ചു. വിഭവസമൃദ്ധമായ ഭക്ഷണവും കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പുതിയ ലക്ഷ്യങ്ങളുമായി അംഗങ്ങൾ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. പുതിയ കുടിയേറ്റ നിയമം അന്തിമ രൂപത്തിലേക്ക്. നിരവധി ലേബർ MPമാർ സർക്കാരിനെ എതിർക്കുന്നു. ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പുതിയ കുടിയേറ്റ നിയമ പരിഷ്കാരങ്ങൾക്കെതിരെ ലേബർ പാർട്ടിയിൽ തന്നെ ശക്തമായ എതിർപ്പ് ഉയർന്നിരിക്കുന്നു. സാധാരണ സെറ്റിൽമെൻറ്റിന് 10 വർഷം, കെയറർമാർക്ക് 15 വർഷം, ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് 20 വർഷം എന്നിങ്ങനെ സ്ഥിരതാമസത്തിനുള്ള സമയം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഇതിന് കാരണം. കൂടാതെ ക്രിമിനൽ പശ്ചാത്തലമില്ലായ്മയും A-ലെവൽ നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനവും നിർബന്ധമാക്കിയേക്കും. 35 ലേബർ MPമാരും പ്രധാന ട്രേഡ് യൂണിയനായ യൂണിസന്റെ നേതാവ് ആന്ദ്രിയ ഏഗനും ചേർന്ന് സമർപ്പിച്ച നിവേദനത്തിൽ ഈ മാറ്റങ്ങൾ കുടിയേറ്റക്കാരുള്ള വഞ്ചനയാണെന്നും സാമൂഹിക സംരക്ഷണ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും പറയുന്നു.
നിലവിൽ UK-യിലുള്ളവരെ പുതിയ നിയമത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ മാൻഡേഴ്സൺ വിവാദത്തിൽ പ്രതിരോധത്തിലായ ലേബർ നേതാവ് സ്റ്റാർമർക്ക് ഈ നീക്കം വലിയ തിരിച്ചടിയാണ്. കുടിയേറ്റ വിഷയത്തിൽ കർശന നിലപാടെടുക്കാനും റിഫോം UK പോലുള്ള പാർട്ടികളുടെ വളർച്ച തടയാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആരോപണമുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണ്. സർക്കാർ താഴെ വീഴുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്താൽ റിഫോം UK അധികാരത്തിലെത്തുമെന്ന ആശങ്കയും ലേബർ MPമാർക്കിടയിലുണ്ട്. ഇത് ഇന്ത്യക്കാരെ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരുടെ ഭാവിക്ക് ദോഷകരമാകുമെന്ന ഭയം ശക്തമായിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.